ഇന്ന് ക്വാഡ്രിലേറ്റർ എന്ന ചാപ്റ്ററിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, in a parallelogram ABCD, angle A equal to 5x plus 3 and angle B equal to 2x minus 5. Calculate angle C and angle D. നമുക്കറിയാം ഒരു പാരലോഗ്രാം ABCD എന്നുള്ള പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ എ തന്നിട്ടുണ്ട്, ആംഗിൾ ബി തന്നിട്ടുണ്ട്. ഇതാണ് അഡ്ജസന്റ് ആംഗിൾസ്. അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് സപ്ലിമെന്ററി ആണ്, അതായത് 180 ഡിഗ്രി ആണ്. അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംഗിൾ എ എന്താണെന്ന് കിട്ടും, ആംഗിൾ ബി എന്താണെന്ന് കിട്ടും. അതിനുശേഷം ആംഗിൾ സിയും ആംഗിൾ ഡിയും കണ്ടുപിടിക്കുക. ഇവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 എന്ന് പറയുമ്പോൾ 5x പ്ലസ് 3 പ്ലസ് ബി എന്ന് പറയുന്നത് 2x മൈനസ് 5 ഈക്വൽ ടു 180. അപ്പോൾ ഇവിടെ 2x പ്ലസ് 5x എന്ന് പറയുന്നത് 7x മൈനസ് 2 ഈക്വൽ ടു 180. 7x is equal to 180 plus 2, 182 ആയി. അവിടെ 7 ഡിവൈഡ് ബൈ 7 ചെയ്യാം. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 2s are 14, 42ൽ 6 ടൈംസ് എക്സ് എന്ന് പറയുന്നത് 26 എന്ന് കിട്ടി. എക്സ് 26 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ എ ഈക്വൽ ടു, ആംഗിൾ എ എന്താണ്? 5x പ്ലസ് 3 ആണ്. അപ്പോൾ അതിൽ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 ഇൻറ്റു 26 പ്ലസ് 3. അപ്പോൾ 26 ഇൻറ്റു 5 എന്ന് പറയുന്നത് 33, 13, 130 പ്ലസ് 3, 133 ആണ് കിട്ടുന്നത്. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് 133 ഡിഗ്രി ആണ് കിട്ടിയിട്ടുള്ളത്. ആംഗിൾ ബി എന്ന് പറയുന്നത് ഇവിടെ 2x മൈനസ് 5. 2x മൈനസ് 5 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 26 മൈനസ് 5. 2 ഇൻറ്റു 26 ഇൻറ്റു 2 52 ആണ്. 52 മൈനസ് 5. 52 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47. അപ്പോൾ ആംഗിൾ ബി എന്ന് പറയുന്നത് 47 ഡിഗ്രിയാണ്. ആംഗിൾ എ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 133 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് 47 ഡിഗ്രി. ഇത് നിങ്ങൾക്ക് സംശയമുണ്ട്, രണ്ടും ആഡ് ചെയ്ത് നോക്കിയാൽ മതി, 180 തന്നെ കിട്ടുക. പിന്നെ ഇനി ആംഗിൾ സിയും ആംഗിൾ ഡിയും കാണും. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. പാരലോഗ്രാമിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. അപ്പോൾ ഇവിടെ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ സി എത്രയാണ്? 133 ഡിഗ്രി. ആംഗിൾ ഡി എന്ന് പറയുന്നത് അവിടെ നമുക്ക് 47 ഡിഗ്രി തന്നെ കിട്ടും. അപ്പോൾ ഇതിൽ ഓർമ്മിക്കേണ്ടത് അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി. പാരലോഗ്രാം ആണെങ്കിൽ അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ റേഷ്യോയിൽ തരും. ആംഗിൾ എ ആംഗിൾ ബി, അത് ഒരു റേഷ്യോയിൽ തന്നിട്ട് വിച്ച് ടൈപ്പ് ഓഫ് കോർഡിലേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും നിങ്ങൾ നോക്കുക, അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് 180യും ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ പാരലോഗ്രാം എന്ന് പറയും, ഇല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും കോർഡിലേറ്റർ ആയിരിക്കും. അപ്പോൾ അതുപോലെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി സി ആൻഡ് ഡി. ഇവിടെ നമുക്ക് ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യം എ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം അല്ലെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ പറയാം എ ഈക്വൽ ടു 82. അവിടെ റീസൺ എഴുതുക. 82 ഡിഗ്രിയാണ് റീസൺ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് എ എന്നുള്ളത് 82 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ സി കണ്ടുപിടിക്കാൻ കഴിയും. അതായത് പി ക്യു എന്നുള്ള റേ സ്റ്റാൻഡ്സ് ഓൺ ലൈൻ പി എസ്, ഇതിലാണ് സ്റ്റാൻഡ്സ്. അപ്പോൾ ഇവിടെ എന്തായി? ഇത് രണ്ടും എന്തായി? ലീനിയർ പെയർ ആയി. നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു ലൈന് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ എന്താണ്? 180 ഡിഗ്രി. ലീനിയർ പെയർ. ഇവിടെ നോക്കുക, പി എസ് എന്നുള്ള ലൈൻ പി ക്യു ഒരു അല്ലെങ്കിൽ പി എസ് ഒരു എങ്ങനെയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് രണ്ടും കൂടി എന്താവും? ലീനിയർ പെയർ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ സി പ്ലസ് 64 ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയാം. ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ ആയതുകൊണ്ട് അത് രണ്ടും 180 ഡിഗ്രി ആഡ് ചെയ്ത. അപ്പോൾ സി എന്ന് പറയുന്നത് 180 മൈനസ് 64. 180ൽ നിന്ന് 64 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6, ഇവിടെ 7 ആവുമ്പോൾ 116 ഡിഗ്രി. അപ്പോൾ സി കിട്ടി.
ഇനി ഇവിടെ ബി കാണണമെങ്കിൽ ഇവിടെ രണ്ടും നമുക്ക് അറിയില്ല. പക്ഷേ ഒരു ക്വാഡ്രിലേറ്ററിന്റെ പ്രത്യേകത എന്താ? എല്ലാ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇത് ആംഗിൾ എ പ്ലസ് 110 പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 360 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി, ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ക്വാഡ്രിലേറ്റർ. അപ്പോൾ എല്ലാ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് എ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എ എത്രയാണ്? 82 പ്ലസ് 110 പ്ലസ് ബി എത്രയാണ്? ബി അറിയില്ല. സി എന്ന് പറയുന്നത് 116 ഈക്വൽ ടു 360. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബി കിട്ടും. ബി ഈക്വൽ ടു 360 മൈനസ് ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. 110 82 116 8 9 10 308 ആണ് വരുന്നത്. അപ്പോൾ 360യിൽ നിന്ന് 308. ഇവിടെ നമുക്ക് ബി എന്നുള്ളത് 52 ഡിഗ്രി കിട്ടി. ബി 52 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇനി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ബി പ്ലസ് ഡി എന്ന് പറയുന്നത് ലീനിയർ പെയർ ആയിട്ട് എടുക്കുക. ബി പ്ലസ് ഡി ഈക്വൽ ടു 180. അവിടെ റീസൺ എഴുതുക ലീനിയർ പെയർ. അപ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ്? 52. 52 പ്ലസ് ഡി ഈക്വൽ ടു 180. ഡി ഈക്വൽ ടു 180 മൈനസ് 52 എത്രയാണ് വരിക? 8 7 ആവുമ്പോൾ 128. ഡി എന്ന് പറയുന്നത് 128. അപ്പോൾ അങ്ങനെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ എ റോംബസ് എ ബി സി ഡി, എ സി ഈസ് ദ ഡയഗണൽ, ഫൈൻഡ് ആംഗിൾ ബി എ സി. ബി എ സി എന്നുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ആംഗിൾ ബി 62 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇവിടെ ഈ ആംഗിളാണ് 62 ഡിഗ്രിയും തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി, അതായത് അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി എന്ന് പറഞ്ഞിട്ട് ആംഗിൾ എ കണ്ടുപിടിക്കുക. ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ടാണ് കിട്ടുക. എന്നിട്ട് അതിന്റെ ഹാഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബി എ സി എന്നുള്ള ആംഗിൾ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്താ അറിയാം? റോംബസിൽ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആകുമ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 90 ഡിഗ്രി, ഇത് ബൈസെക്ട് ചെയ്യാണ് ഈ ഇതിന. അപ്പോൾ ഇവിടെ ഇത് 62 ആണെങ്കിൽ 62ന്റെ ഹാഫ് എന്ന് പറയുന്നത് 31 ആണ്. അപ്പോൾ ഈ ആംഗിൾ, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒ എ ബി എന്നുള്ള ട്രയാങ്കിളിൽ ആംഗിൾ ഒ ബി എ എന്തായിരിക്കും? ആംഗിൾ ഒ ബി എ എന്ന് പറയുന്നത് 31 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി എ ഒ എന്നുള്ള ആംഗിൾ ബി എ ഒ എന്ന് പറയുന്നത് 180 മൈനസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 90യും 31ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 121 മൈനസ് ചെയ്യുക. 180ന്ന് 121 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 59. അപ്പോൾ 59 ഡിഗ്രിയാണ്. ബി എ ഒ തന്നെയാണ് എന്ത്? ആംഗിൾ ബി എ സി. ദെർഫോർ ആംഗിൾ ബി എ സി ഈക്വൽ ടു 59 ഡിഗ്രി. വേറൊരു രീതി എന്ന് പറയുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അതായത് അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി. അപ്പോൾ ഇവിടെ നമുക്ക് 62 പ്ലസ് ആംഗിൾ എ ഈക്വൽ ടു 180 എന്ന് കിട്ടി. ആംഗിൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 മൈനസ് 62. 180 മൈനസ് 62 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 118 ആണ് വരിക. അതായത് ആംഗിൾ എ എന്ന് പറയുന്നത് 118 എന്ന് വരും. ആംഗിൾ എ 118 ആണെങ്കിൽ ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദെർഫോർ ആംഗിൾ ബി എ സി ഈക്വൽ ടു 118 ഡിവൈഡ് ബൈ 2. അപ്പോൾ അതും 59 ഡിഗ്രി തന്നെ. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ദ ഗിവൺ ഫിഗർ എ ബി സി ഡി ഈസ് എ റോംബസ്. ഇവിടെ നമുക്ക് എ ഇ ഈക്വൽ ടു, ഈ എ ബി സി ഡി ആണ് റോംബസ്. ഇവിടെ എ ഇ, ഈ ഡിസ്റ്റൻസ് എ ഇ എന്ന് പറയുന്നത് 2 ടൈംസ് ഡി ഇ ആണ്. ഫൈൻഡ് സി എഫ്. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ഡി ഇ ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഇവിടെ ഡി ഇ ആണ് 5 സെന്റിമീറ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ ആദ്യം എഴുതുക. ഡി ഇ ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആണ്. അവിടെ എ ഇ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 2 ടൈംസ് ഡി ഇ ആണ്. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എ ഡി ഈക്വൽ ടു ഡി ഇ ആയിരിക്കും. കാരണം എ ഡി പ്ലസ് ഡി ഇ ആണ് എ ഇ എന്ന് പറയുന്നത്. ഡി ഇ 5 സെന്റിമീറ്റർ ആണ്. എ എന്ന് പറയുന്നത് 2 ടൈംസ് എ. അപ്പോൾ 5 ഉം
10 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ AD DEക്ക് ഈക്വൽ ആണ്. ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അതായത് D എന്ന് പറയുന്നത് എയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഡിയും ADയും ഈക്വൽ ആണ്. AD ഈക്വൽ ആണെങ്കിൽ റോംബസിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ AD DEക്ക് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ആർ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ AB ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു AD ഈക്വൽ ടു 5 സെന്റിമീറ്റർ. റോംബസിന്റെ എല്ലാ സൈഡ്സും 5 സെന്റിമീറ്റർ ആയിട്ട് കിട്ടി. നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? CF ആണ് കണ്ടുപിടിക്കേണ്ടത്. CF കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് CD 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. DF എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ CF കണ്ടുപിടിക്കാൻ കഴിയും. കാരണം CF എന്ന് പറയുന്നത് CF ആണ് കണ്ടുപിടിക്കേണ്ടത്. CF എന്ന് പറയുന്നത് CDയിൽ നിന്ന് DF മൈനസ് ചെയ്യണം. അപ്പോൾ DF എന്താണെന്നുള്ളത് നമുക്കറിയില്ല. CD 5 സെന്റിമീറ്റർ ആണ്. DF എന്താണെന്നുള്ളത് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതൊരു ട്രയാങ്കിൾ. ഇൻ ട്രയാങ്കിൾ ABE എന്നുള്ള ട്രയാങ്കിളിൽ DF പാരലൽ ടു AB ആണ്. DF പാരലൽ ടു AB ആൻഡ് D ഈസ് ദ midpoint of AE ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിഡ് പോയിന്റ് തിയറം ഉപയോഗിക്കാം അല്ലെ. ഒരു ട്രയാങ്കിൾ ABE എന്നുള്ള ട്രയാങ്കിൾ DF പാരലൽ ടു AB ആൻഡ് D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AE ആണെങ്കിൽ ബൈ മിഡ് പോയിന്റ് തിയറം നമുക്ക് എന്ത് പറയാം? അവിടെ DF ഈക്വൽ ടു ഹാഫ് ഓഫ് AB. DF എന്ന് പറയുന്നത് ABയുടെ ഹാഫ് ആയിരിക്കും. AB എത്രയാണ്? 5 സെന്റിമീറ്റർ. 5/2 ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക് അവിടെ? 2.5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അത് DF ആണ്. DF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി CF കണ്ടുപിടിക്കാം. DF എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ. Therefore CF ഈക്വൽ ടു 5 മൈനസ് 2.5. 5 മൈനസ് 2.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2.5. CF എന്ന് പറയുന്നത് എന്തായിരിക്കും? 2.5 സെന്റിമീറ്റർ. അപ്പം അങ്ങനെ നോക്കുക. ഈ ഒരു ട്രയാങ്കിൾ ഇത് എടുക്കേണ്ടത് ഓർമ്മിക്കുക. ABE എന്നുള്ള ട്രയാങ്കിൾ DF പാരലൽ ടു AB ആണ്. D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AE ആയതുകൊണ്ട് ബൈ മിഡ് പോയിന്റ് തിയറം DF ഈക്വൽ ടു ഹാഫ് ഓഫ് AB. DF കിട്ടിക്കഴിഞ്ഞാൽ CDയിൽ നിന്ന് DF മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ CF കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് ഗിവൺ എക്സ്റ്റീരിയർ ആംഗിൾസ്. ഈ രണ്ട് എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആംഗിൾ P എന്ന് പറയുന്നത് 87 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇവിടെ ആംഗിൾ R എന്ന് പറയുന്നത് 75 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സമ്മാണ്. എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സമ്മ് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? ഈ രണ്ട് ആംഗിളിന്റെ, അതായത് ഈ ആംഗിൾ എത്രയാണെന്ന് അറിയണം, ഈ ആംഗിൾ എത്രയാണെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് 180 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുറമേയുള്ള ആംഗിൾ കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ ഈ ഒരു ക്വാഡ്രിലേറ്ററിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എല്ലാ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ P പ്ലസ് ഈ ആംഗിളിനെ നമുക്ക് എങ്ങനെ ചെയ്താൽ PSR. കാരണം അവിടെ എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്. ഉള്ളിലുള്ള ആംഗിൾ നമ്മൾ പറയുമ്പോൾ PSR. അപ്പോഴാണ് ഉള്ളിലുള്ള ആംഗിൾ കിട്ടുന്നത്. ആംഗിൾ PSR പ്ലസ് ഈ ആംഗിളിനെ നമുക്ക് എങ്ങനെ പറയാം? SRQ. ആംഗിൾ SRQ പ്ലസ് ആംഗിൾ Q ഈക്വൽ ടു, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ആംഗിൾ R എന്ന് തന്നെ എഴുതാം. അവിടെ തന്നിട്ടുണ്ടല്ലോ ആംഗിൾ R എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതുക. ആംഗിൾ R പ്ലസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? RQ അല്ലെങ്കിൽ PQR. ആംഗിൾ PQR അല്ലെങ്കിൽ RQP ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. Q നടുവിലായിട്ട് പറയാം. PQR. അപ്പോൾ 4 ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രി. അവിടെ നമുക്ക് ഈ രണ്ട് ആംഗിളും അറിയില്ല. അതായത് PSRും അറിയില്ല, PQRും അറിയില്ല. അപ്പോൾ ആംഗിൾ PSR പ്ലസ് ആംഗിൾ PQR ഈക്വൽ ടു 360 മൈനസ് ഈ രണ്ട് ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 87ഉം 75. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 12 115 162 ആകുമ്പോൾ 360യിൽ നിന്ന് 162 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 8. ഇവിടെ ആണെങ്കിൽ 9, ഇവിടെ 198 ആണ് വരുന്നത്. അപ്പോൾ 198. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് 198. അതായത് ഇതിൽ നിന്ന് 360യിൽ നിന്ന് 162 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ
198. ഇതിൻ്റെ രണ്ടിൻ്റെ സം PSR പ്ലസ് PQR ഈ ആംഗിളാണ് നമുക്കിപ്പോൾ 198 കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആംഗിൾ മാത്രമായിട്ട്, അതായത് PSR മാത്രം കിട്ടിയെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ആംഗിൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ ഇവിടെ ഇപ്പോൾ ഇത് രണ്ടിൻ്റെയും സമ്മാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലീനിയർ പെയർ പറയാം. അതായത് ആംഗിൾ PSR പ്ലസ് ആംഗിൾ BSR ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം ലീനിയർ പെയർ ആണ്. അതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1. ഇനി അടുത്തത് നമുക്ക് ഏത് ആംഗിളാണ്? ഈ എക്സ്റ്റീരിയർ ആംഗിളാണ് വേണ്ടത്. അപ്പോൾ എന്ത് പറയാം? ആംഗിൾ PQR പ്ലസ് ആംഗിൾ AQR ഈക്വൽ ടു 180 ഡിഗ്രി. അതും ലീനിയർ പെയർ. ഇനി ഇത് രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യുക. ആംഗിൾ 1ഉം ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ 180 പ്ലസ് 180 360 ഡിഗ്രി ആവും. ഇവിടെ ആംഗിൾ PSR പ്ലസ്, ഞാൻ ഇതിനെ രണ്ടിനെ അടുത്തടുത്ത് എഴുതുകയാണ് കാരണം അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 198 ആണ്. PSR പ്ലസ് ആംഗിൾ PQR. പിന്നെ നമുക്ക് ഇനി ഏതാ? ഇത് രണ്ടിൻ്റെ സമ്മുമാണ് കാണേണ്ടത്. ആംഗിൾ BSR. ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. BSRൻ്റെതും അതുപോലെ RQAയുടെയും സമ്മാണ് വേണ്ടത്. RQA എന്ന് എഴുതിയാലും കുഴപ്പമില്ല, AQR എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഈക്വൽ ടു 360 ഡിഗ്രി. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടിൻ്റെയും സമ്മ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 198. അപ്പോൾ അതതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെയർഫോർ ആംഗിൾ BSR പ്ലസ് ആംഗിൾ AQR ഈക്വൽ ടു 360 മൈനസ് ഇതിൻ്റെ സമ്മ് എത്രയാണ്? 198. അപ്പോൾ 198 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 162 ഡിഗ്രി. അപ്പോൾ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഇവിടെ 162 ഡിഗ്രിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.